നമ്മുടെ വീട്ടിലൊരു കുട്ടി ജനിക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ സാധാരണ എന്താണ് ചെയ്തത്? ആ കുട്ടി ശ്വാസം വലിക്കുന്നുണ്ടോ എന്ന് നോക്കും, അതിന് അംബിലിക്കൽ കോഡ് കട്ട് ചെയ്യണം, കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യണം, അത് നോർമലായിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം ഉണ്ടോ എന്ന് നോക്കണം. അതായത് കൈയുണ്ടോ, കാലുണ്ടോ, ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റ് കറക്റ്റാണോ, ഇതെല്ലാമാണ് നോക്കുന്നത്. അത് കഴിയുമ്പോൾ ഈ കുട്ടിയെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച് അല്ലെങ്കിൽ മാതാപിതാക്കളെ ഏൽപ്പിച്ച് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് വീട്ടിൽ വിടാനാണ് പതിവ്. കൂടെ ഒരു ചാർട്ടും കൂടെ നമ്മൾ കൊടുക്കാറുണ്ട്. അതായത് ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് എന്ന് പറയും. അതിനകത്ത് പോളിയോയുടെ ഇമ്മ്യൂണൈസേഷൻ, TBയുടെ ഇമ്മ്യൂണൈസേഷൻ, അങ്ങനെ പിന്നെ അതിൻ്റെ ഗ്രോത്ത് ചാർട്ട്, ഹൈറ്റ് ചാർട്ട്, ഇതെല്ലാം അതിനകത്തുണ്ട്. കണ്ണ് നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. ഇതൊരു വളരെ കാഴ്ച വേണ്ടിയ ഒരു ലോകമാണിത്. നമ്മുടെ എൻ്റർടൈൻമെൻറ്റിനായാലും നമ്മുടെ ജീവിതത്തിനായാലും നമ്മുടെ ജീവിതത്തിൽ ഏത് സ്ഫിയർ എടുത്താലും നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു 70% നമുക്ക് ഇൻപുട്ട് നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് കിട്ടുന്നത് നമ്മുടെ കണ്ണിൽ നിന്നാണ്. അപ്പം കാഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളിൽ സാധാരണ നമ്മളിപ്പം ഒരു ബർത്തിൻ്റെ പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു 20% കുട്ടികൾ ഇപ്പോൾ പ്രീമച്ചുറായിട്ടാണ് ജനിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് റിസ്ക് ഉണ്ട്, റെറ്റിനോപ്പതി ഓഫ് പ്രീമച്യൂരിറ്റി. അങ്ങനെ ജനിക്കുന്ന റെറ്റിനോപ്പതി ഓഫ് പ്രീമച്യൂരിറ്റി ഉള്ള കുട്ടികൾ ജനനത്തിന് ശേഷം തന്നെ നമ്മൾ സ്ക്രീൻ ചെയ്ത് ഈ അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞില്ലെങ്കിൽ ബ്ലൈൻഡ്നെസ്, അതായത് അന്ധത വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കൂടാതെ നമ്മൾ ഒരു 2% കുട്ടികളിൽ ജന്മനാ തന്നെ തിമിരം വരാമെന്ന് കാണുന്നുണ്ട്. അതൊരു 2 മാസത്തിനോ 6 മാസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്തിൽ തിമിരം മാറ്റി വേറെ ലെൻസ് വെച്ചില്ലെങ്കിൽ അന്ധതയ്ക്ക് കാരണമാകുന്നു. ഒരു 0.2% കുട്ടികളിൽ ഗ്ലോക്കോമ, അതായത് ജനിക്കുമ്പം തന്നെ കണ്ണിലെ പ്രഷർ വളരെ കൂടി ഒരു 2-3 മാസം കൊണ്ട് തന്നെ കുട്ടിയുടെ കാഴ്ച ഞരമ്പിന് ക്ഷതം സംഭവിക്കുകയും അങ്ങനെ കാഴ്ച പെർമനൻ്റായിട്ട് നശിക്കുകയും ചെയ്യുന്നു. ഒരുപാട് കുട്ടികൾ കോങ്കണ്ണോട് തന്നെ ജനിക്കുന്നുണ്ട്. ചില അമ്മമാരോട് നമ്മൾ കോങ്കണ്ണിൻ്റെ കാര്യം പറയുമ്പോൾ അതൊരു ഭാഗ്യത്തിൻ്റെ ലക്ഷണമല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഒരിക്കലുമല്ല. കോങ്കണ്ണ് കാഴ്ചക്കുറവ് കൊണ്ടാണ് വരുന്നത്, അല്ലാതെ അതിന് വേറെ യാതൊരു കാരണവുമില്ല. മസിലിൻ്റെ വീക്ക്നെസ്സും കൊണ്ടും വരാം, പക്ഷേ സാധാരണ കാഴ്ചക്കുറവ് കൊണ്ടാണ് വരുന്നത്. മസിൽ വീക്ക്നെസ് ആയാലോ കാഴ്ചക്കുറവായാലോ രണ്ടും ദോഷകരമാണ്. കാഴ്ചക്കുറവുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ കുട്ടിക്ക് പിന്നെ ജീവിതത്തിൽ കാഴ്ച കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 7 വയസ്സാകുമ്പോഴത്തേക്ക് ഏത് കുട്ടിയുടെയും കാഴ്ച ഉറച്ചിരിക്കും. അതുകൊണ്ട് ഒരു 3-4 വയസ്സിനുള്ളിൽ കാഴ്ചക്കുറവിൻ്റെ ചികിത്സ തുടങ്ങിയില്ലെങ്കിൽ ഒരു 7 വയസ്സാകുമ്പോഴത്തേക്ക് കാഴ്ച വളരെ കുറവായിരിക്കും. കൂടാതെ നമ്മൾ ഈ പറഞ്ഞ രോഗങ്ങൾ, അത് തിമിരം, ഗ്ലോക്കോമ, അതെല്ലാം ജനിച്ചു കഴിഞ്ഞിട്ട് അത് എപ്പോൾ കണ്ടുപിടിക്കുന്നു അപ്പം തന്നെ ചികിത്സിക്കണം. കാരണം 1 വയസ്സിനുള്ളിൽ ആ കണ്ണിലോട്ട് ലൈറ്റ് പ്രവേശിക്കുന്നില്ല എങ്കിൽ 3 വയസ്സ് 4 വയസ്സല്ല, 1 വയസ്സിനുള്ളിൽ തന്നെ അന്ധത തീർച്ചയാണ്. കുട്ടിയുടെ മാതാപിതാക്കൾക്ക് കണ്ണട അല്ലെങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങൾക്ക് കണ്ണട ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കുട്ടിയുടെ കാഴ്ച പരിശോധിക്കണം. 3 വയസ്സ് തൊട്ട് 4 വയസ്സ് വരെയാണ് നമ്മൾ ചികിത്സയ്ക്ക് റെക്കമെൻഡ് ചെയ്യുന്ന. കാരണം അങ്ങനെ ഒരു കുട്ടിക്ക് വായിക്കാൻ പറ്റും, ഒരു ഷേപ്പൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കാഴ്ച നോക്കാനുള്ള എളുപ്പം കൊണ്ടാണ് നമ്മൾ 3 വയസ്സ് 4 വയസ്സെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് ജനിക്കുന്ന ഒരു കുട്ടിയുടെ പോലും കാഴ്ച നമുക്ക് തീർച്ചയായിട്ടും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. 6 മാസത്തിലോ 1 മാസത്തിലോ 1 വയസ്സിലോ ഇപ്പം കാഴ്ച എടുക്കാൻ പറ്റും. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് എന്തെങ്കിലും കണ്ണിന് വൈകല്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നേത്രവിദഗ്ധനെ കണ്ടിട്ട് കാഴ്ച നിർണ്ണയിക്കുകയും അതിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചികിത്സിക്കുകയുമായിരിക്കും നല്ലത്.